ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എല്ലാവരും വിശകലനം ചെയ്തു കാര്യകാരണങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് കൂടുതലൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇന്ന് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി യോഗം ഉണ്ടായിരുന്നു. പാർട്ടി സംസ്ഥാന ഭാരവാഹികളും സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരും പോഷക സംഘടനകളുടെ സംസ്ഥാന പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാരും MLAമാരും പ്രത്യേക ക്ഷണിതാക്കളുമാണ് ഇന്നത്തെ യോഗത്തെ സംബന്ധിച്ചത്. ഒരു വിപുലമായ ബോഡി തന്നെയായിരുന്നു യോഗം ചേർന്നത്. എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. വ്യക്തമായും താഴെത്തട്ടിൽ ഗ്രാമപഞ്ചായത്തുകളിൽ അടക്കമുള്ള റിസൾട്ടുകൾ വിശകലനം ചെയ്യുകയും വിലയിരുത്തുകയും മുസ്ലിം ലീഗിനും UDFനും ഉണ്ടായ വലിയ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദം പങ്കിടുകയും അതോടൊപ്പം അതിന് സാധ്യമാക്കിയ ഉത്ബുദ്ധരായ വോട്ടർമാരോട് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്ത ഒരു യോഗമാണെന്നുണ്ടായത്. ഇത്തരമൊരു റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുണ്ടായ കാരണങ്ങൾ നമ്മൾ കേരളം മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് തന്നെയാണ്. ഇടതുപക്ഷം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ ബഹുമാന്യനായ സെക്രട്ടറിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല തിരിച്ചടിയാണ് പാർട്ടിക്കും മുന്നണിക്കും ഉണ്ടായിട്ടുള്ളത്. എവിടെയാണ് പാളിച്ചകൾ പറ്റിയതെന്ന് പരിശോധിക്കും, തിരുത്തും. നല്ലതാണ്. അപ്പോൾ പാളിച്ചകളുണ്ടായി എന്നതും അത് അംഗീകരിക്കുന്നു എന്നതും നല്ല കാര്യമാണ്. പക്ഷെ 10 കൊല്ലമായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ആണ് ഇത്തരമൊരു പ്രതിഷേധ നടപടികളുമായി മുന്നോട്ട് പോകാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിലുള്ള ഒരു സാഹചര്യമാണ് കഴിഞ്ഞ തുടർച്ചയായി ഈ 2 തുടർ ഭരണങ്ങളിലൂടെ CPMൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലുണ്ടാക്കിയത്. കെടുകാര്യസ്ഥത, ഭരിക്കാൻ അറിയില്ലായ്മ, അഴിമതി, ഈ സ്വജനപക്ഷപാതം, വിവേചനപരമായ പ്രവർത്തനങ്ങൾ, വർഗീയത പ്രചരിപ്പിക്കാനും വിദ്വേഷം വളർത്താനുമുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് കാരണമായിട്ടുണ്ട്. താങ്ങാൻ പറ്റാത്ത വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ, നികുതി ഭാരം കൊണ്ട് ജനങ്ങളുടെ തലയിൽ വലിയ ഭാരം കയറ്റി വെച്ച് ഗവൺമെൻറ്റിനെതിരെയുള്ള പ്രതിഷേധം, അങ്ങനെ ജനങ്ങളോട് വികസനങ്ങളോ ജനക്ഷേമ പദ്ധതികളോ പറഞ്ഞ് വോട്ട് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിച്ച് വിദ്വേഷ പ്രചരണം നടത്തുന്ന ആളുകളെ കൈപിടിച്ച് ആനയിച്ച് ബഹുമാനിച്ച് ആദരിച്ച് കൊണ്ടു നടന്ന് ഒരു പ്രത്യേക പ്രദേശത്തെയും ഒരു പ്രത്യേക ജനവിഭാഗങ്ങളെയുമൊക്കെ വളരെ മോശമായ രീതിയിൽ വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിന് എല്ലാ പ്രോത്സാഹനവും നൽകിയ ഒരു മുഖ്യമന്ത്രിയോടും ഗവൺമെൻറ്റിനോടും പാർട്ടിയോടുമുള്ള ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രകടമായത്. UDFന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിലുള്ള ഒരു വലിയ വിജയത്തിന് അത് കാരണമാക്കിയത് ഇതൊക്കെ തന്നെയാണ് എന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ UDFൻ്റെ മുമ്പിൽ വളരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഈസി വാക്കോവറാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളൊക്കെ പറഞ്ഞ പോലെ ഈ സെമി ഫൈനലിൽ വലിയ വിജയമാണ് UDFനുണ്ടായത്. ജനങ്ങളും UDFും ഒരേ രീതിയിൽ ചിന്തിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകതയായി വന്നത്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ ഈ വിശ്വാസം, ഈ മാൻഡേറ്റ്, അത് പൂർണ്ണമായും ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാനും ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി UDFനെ മുന്നോട്ട് കൊണ്ടുപോകാനും ഉള്ള പ്രതിജ്ഞയാണ് മുസ്ലിം ലീഗും UDFലെ മറ്റ് ഘടകകക്ഷികളും ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ കെടുകാര്യസ്ഥത നിറഞ്ഞ ജനങ്ങൾക്ക് ദുസ്സഹമായ സാഹചര്യം കാഴ്ചവെച്ച ഈ ഭരണത്തിൻ്റെ നെറുകേടുകളിൽ നിന്ന് മോചനം ഞങ്ങൾ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ കാഴ്ചപ്പാട് UDF ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുമായി ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അവരുടെ പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി
UDF മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ യോഗത്തിലെ തീരുമാനം, ജനങ്ങൾ നൽകിയ ഈ മാൻഡേറ്റ് ഞങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുന്നു. ഞങ്ങൾ കൂടുതൽ കർത്തവ്യ നിരതരാകേണ്ടുന്നതിൻ്റെ ആവശ്യകതയാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ബോധ്യപ്പെടുത്തിയത്. അതുമായി അതിനനുസൃതമായ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഉടനെ തന്നെ പാർട്ടിയുടെ ഭാരവാഹികളുടെ യോഗം ചേരുന്നുണ്ട്. മറ്റു ഉന്നതതല യോഗങ്ങളൊക്കെ ചേർന്ന് പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകും. അടുത്ത ദിവസം തന്നെ UDFൻ്റെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിലും ഘടകകക്ഷികൾ ഒരുമിച്ച് ഇരുന്ന് ചർച്ച ചെയ്ത് ജനവികാരത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും.